സീറോ മലബാർ സഭയുടെ 34ാമത് സിനഡിന്റെ ഒന്നാം സമ്മേളനത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് സിനഡാനന്തര സർക്കുലർ പുറപ്പെടുവിച്ച് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ജനുവരി 6 മുതൽ 10 വരെ തീയതികളിൽ സഭയുടെ ആസ്ഥാന കാര്യാലയമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ വെച്ചാണ് സിനഡിന്റെ ആദ്യ സമ്മേളനം നടത്തപ്പെട്ടത്. ക്രിസ്തുമസ് കാലത്ത് ക്രൈസ്തവർക്ക് നേരെയുണ്ടായ അതിക്രമങ്ങൾ, സമുദായ ശാക്തീകരണത്തിന്റെ ആവശ്യകത, ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണം തുടങ്ങിയ വിഷയങ്ങളും സമ്മേളനത്തിൽ ചർച്ചയായി. സീറോ മലബാർ സഭയുടെ 34ാമത് സിനഡിന്റെ ആദ്യ സമ്മേളനത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് സിനഡാനന്തര സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുകയാണ് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ പോലും നിഷേധിച്ച് ക്രിസ്തുമസ് കാലത്ത് ക്രൈസ്തവ ദേവാലയങ്ങൾക്കും പ്രാർത്ഥനാ കൂട്ടായ്മകൾക്കും നേരെ നടന്ന അതിക്രമങ്ങൾ അങ്ങേയറ്റം വേദനാജനകമാണെന്ന് മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു. കുരിശിലെ ബലിയിലൂടെ എല്ലാവരെയും തന്നിലേക്ക് ആകർഷിച്ച മിശിഹായുടെ സ്നേഹത്തിന്റെ ശക്തിയാണ് നമ്മുടെ വിദ്യാഭ്യാസ കാരുണ്യ പ്രവർത്തനങ്ങളിൽ പ്രകടമാകുന്നതെന്നും അത് മതപരിവർത്തന ശ്രമങ്ങളായി വ്യാഖ്യാനിക്കപ്പെട്ടത് രാജ്യത്തിന്റെ മതേതര സ്വഭാവത്തെ തന്നെ ദുർബലമാക്കുന്നുവെന്നും മേജർ ആർച്ച് ബിഷപ്പ് കൂട്ടിച്ചേർത്തു. സമുദായ ശാക്തീകരണ വർഷത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ടായിരുന്നു ജനുവരി 6 തീയതി സിനഡ് ആരംഭിച്ചത്. സീറോ മലബാർ സഭ പ്രഖ്യാപിച്ച സമുദായ ശാക്തീകരണ വർഷം കേവലമൊരു ആചരണമല്ലെന്നും മറിച്ച് നമ്മുടെ സമുദായങ്ങളെ തങ്ങളുടെ ദൗത്യങ്ങളെപ്പറ്റി അവബോധമുള്ളവരാക്കുകയും ആധുനിക ലോകം ഉയർത്തുന്ന വെല്ലുവിളികളെ ധീരമായി നേരിടാൻ യുവജനങ്ങളെയും കുടുംബങ്ങളെയും പ്രാപ്തരാക്കുകയും ചെയ്യുക എന്നതാണ് ഈ വർഷാചരണത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നും മാർ തട്ടിൽ വ്യക്തമാക്കി. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തെക്കുറിച്ചും സർക്കുലറിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഘട്ടം ഘട്ടമായി ഏകീകൃത വിശുദ്ധ കുർബാനയർപ്പണം നടപ്പിലാക്കാനുള്ള സിനഡ് തീരുമാനത്തോട് എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ക്രൈസ്തവാരൂപിക്ക് ചേരാത്ത പ്രതിഷേധ മാർഗങ്ങൾ വെടിയണമെന്നും അഭിവന്ദ്യ പിതാവ് പറഞ്ഞു. മാറുന്ന സാഹചര്യങ്ങളിൽ സഭയുടെ ദൗത്യം കൂടുതൽ ഫലപ്രദമാക്കുന്നതിന് വൈദിക പരിശീലനം കാലോചിതമായി നവീകരിക്കേണ്ടത് അനിവാര്യമാണെന്നും മെത്രാൻ സിനഡ് വിലയിരുത്തി. ഗൾഫ് നാടുകളിലെ സീറോ മലബാർ സഭാംഗങ്ങൾക്കായി പരിശുദ്ധ സിംഹാസനം അപ്പസ്തോലിക് വിസിറ്ററെ നിയമിച്ചത് സഭയുടെ വളർച്ചയിൽ നിർണായകമായൊരു ചുവടുവയ്പ്പാണെന്നും കേരളത്തിന് പുറത്ത് പുതിയ അതിരൂപതകളും വിവിധ രാജ്യങ്ങളിൽ അജപാലന സംവിധാനങ്ങളുമായി സീറോ മലബാർ സഭ വളർച്ചയുടെ പടവുകൾ കയറുമ്പോൾ ലോകമെങ്ങും സുവിശേഷം പ്രഘോഷിക്കാനുള്ള നമ്മുടെ ഉത്തരവാദിത്വവും വർദ്ധിക്കുകയാണെന്നും മാർ റാഫേൽ തട്ടിൽ ഓർമ്മിപ്പിച്ചു. ചർച്ച് ഡെസ്ക് ഷെക്കേന ന്യൂസ്.